ഭൂമിയുടെ കരം വർദ്ധിപ്പിച്ച ബഡ്ജറ്റിന്റെ പ്രഖ്യാപനം ആണ് ഈ ഭൂനികുതി വർധനവിൽ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയും. ഇരട്ടിയായി അധ്വാനിക്കുന്ന വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ സാധാരണക്കാരന്റെ 5 സെന്റ് ഭൂമിക്ക് ഇരട്ടി നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് രാജാക്കന്മാരുടെ ഭരണകാലത്തെ പോലെ എവിടെ നിന്നും നികുതി സമാഹരിച്ച് ദൂർത്തടിക്കുന്ന ഒരു രാജഭരണമായി പിണറായി വിജയന്റെ ഭരണം മാറിയിരിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധമായാണ് നമ്മൾ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനത്തിന് മുൻപ് കേരളീയ സമൂഹം ചർച്ച ചെയ്തത് വളരെ വറുതിയിൽ ജീവിക്കുന്ന, തൊഴിലില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന, വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന, വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിരവധിയായ വിലവർദ്ധനവ് കൊണ്ട് കഷ്ടപ്പെടുന്ന, നിത്യനിദാന ചെലവുകൾക്ക് പോലും വക കണ്ടെത്താതെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരു സഹായം എന്ന നിലയിൽ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതിനോ അതിന്റെ അത് വർദ്ധിപ്പിക്കുന്നതിനെ പോലുമുള്ള ഒരു മനസാക്ഷിയോടുകൂടിയുള്ള തീരുമാനമെടുക്കാതെ എവിടെ നിന്നൊക്കെ കൈയിട്ട് വരാൻ കഴിയുമോ, എവിടെ നിന്നൊക്കെ ജനങ്ങളിൽ നിന്ന് പിടിച്ച് പറിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ഉത്സവപ്പറമ്പിലെ അല്ലെങ്കിൽ പെരുന്നാൾ പാടത്തെ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ ജനങ്ങളെ പോക്കറ്റടിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുക. പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നു. എന്തെല്ലാമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? നികുതി വർധനവിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് രാജവാഴ്ച കാലത്ത് ആണുങ്ങൾക്ക് വീഴ്ച വയ്ക്കുന്നതിന് കരമുണ്ടായിരുന്നു ഈ നാട്ടിൽ, സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് കരമുണ്ടായിരുന്നു ഈ നാട്ടിൽ. ഇന്നിപ്പോൾ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് ഇറങ്ങി സഞ്ചരിക്കണമെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പോലും നികുതി ഏർപ്പെടുത്തുന്ന ഒരു ജനവിരുദ്ധ ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഞാൻ ഈ ചേതമംഗലത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ നാട്ടിലല്ലേ നമ്മൾ ഈ കേരളത്തിന്റെ ജനമനസാക്ഷിയെ നടുക്കിയ വളരെ ദാരുണമായ 3 കൊലപാതകമുണ്ടായിരുന്നു. എന്താണ് പോലീസിന്റെ പണി? അയൽവാസിയിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും അയാൾ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് പറഞ്ഞ് ഈ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരാതിയുമായി ചെന്നപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 10-50 പേർ കൂടി സമരം നടത്തുമ്പോൾ ഫോട്ടോ എടുക്കുവാനും കാവൽ നിൽക്കുവാനും വില്ലേജ് ഓഫീസിലേക്ക് അടിച്ചു കയറി അവർ തല്ലിപ്പൊളി ഉണ്ടാക്കാതിരിക്കാനൊക്കെ വലിയ മസൽ പിടിച്ചു നിൽക്കുന്ന പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ പാവപ്പെട്ട ആളുകൾ ജീവന് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് കേട് അവിടെ പോയി എത്രയോ ദിവസങ്ങൾ കരഞ്ഞു പറഞ്ഞു. എന്താണ് പോലീസ് പറഞ്ഞത്? CCTV വെക്കൂ, നിങ്ങൾ നല്ല കമ്പിവടി കരുതി വെക്കൂ എന്നൊക്കെ പറയുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ പോലീസ് ഒക്കെ പതിച്ചിരിക്കുകയല്ലേ. 3 പേരുടെ ജീവനല്ലേ നഷ്ടപ്പെട്ടത്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ഒരു കൂത്തരങ്ങായി കേരളം മാറിയിരിക്കുക. ഇതിവിടെ മാത്രമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരാളെ വെട്ടിക്കൊന്ന ആൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യ വ്യവസ്ഥയിൽ തന്നെ പറഞ്ഞത് നെന്മാറ എന്ന് പറയുന്ന സംഭവം നടന്ന നാട്ടിലേക്ക് അയാൾ വരരുതെന്നാണ്. പോലീസ് ആ കൊലപാതകയിൽ നിന്നും കൈമടക്ക് വാങ്ങിക്കൊണ്ട് അയാൾക്ക് അവിടെ സ്വൈരമായി വിഹരിക്കാൻ അവസരം കൊടുക്കുകയും 2 പേരെ അയാൾ വീണ്ടും വെട്ടിക്കൊല്ലുകയും ഉണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് മയക്കുമരുന്ന് അടിമപ്പെട്ട ആളുകളെ പേടിച്ച് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും വീട്ടിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ും നടുക്കുന്നതുമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രാസലഹരി ഉൾപ്പെടെയുള്ള